ഇരിക്ക് ഇതിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. അൺകംഫർട്ടബിൾ രണ്ടിലും ഇതുണ്ട്. സാറിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കാണിക്കാതെ സെറ്റ് ചെയ്യാം. Not comfortable sitting here. My ass is fucking. ഇങ്ങനെ വല്ല ഇരി ഈ മെറ്റലുമായി കൊണ്ട് കയറുന്നു അതല്ലേ പെണ്ണ നമുക്ക് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. അതെ ഒരു 1 month above 3 months ആയി. 3 months ആയോ? യെസ് ലാസ്റ്റ് വീഡിയോ നാളായി. യെസ് ഒരു ശരിയാ കുറച്ച് നാളായി. പിന്നെ ഞാൻ ഒരു തായ്ലൻഡ് ട്രിപ്പ് പോയി വന്നു. ആക്ച്വലി ഇന്ന് രാവിലെയാ വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു തായ്ലൻഡ് ട്രിപ്പ്? How different is it from India? Entirely different. ഇന്ത്യ പോട്ടെ, പർട്ടിക്കുലർലി നമ്മൾ മുംബൈയിലല്ലേ. എൻറ്റയർലി ഡിഫറെന്റ്. കാരണം അവിടെ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയൊരു കാര്യമാണ്, പീപ്പിൾ ആർ ആക്ച്വലി ഹാപ്പി. വലിയ ഇതൊന്നുമില്ല. അപ്പൊ ഭയങ്കര അവരുടെ ലൈഫ് അങ്ങനെ ഭയങ്കര പൊളിയൊന്നൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ വരുന്ന നമുക്ക് സർവീസ് ചെയ്യുന്നു, പക്ഷെ അവര് ഭയങ്കര റെസ്പെക്ട്ഫുള്ളാ, ഭയങ്കര പൊളൈറ്റാ. നമുക്ക് തോന്നും ഇത് നല്ല ഒരു പരിപാടി, നമുക്ക് പേ ചെയ്തതിനെ റിഗ്രറ്റ് ചെയ്തു. എല്ലാ ഏഷ്യൻ കൺട്രീസ് അതുപോലാണ്. അവര് ഒരു കുറച്ചുകൂടെ ഒരു സബ്മിസീവ് സർവീസ് അവരെല്ലാം നമ്മളെ ശരിക്കും ഞെട്ടിപ്പോയി. ഭയങ്കര പൊളൈറ്റ് അവര്, റെസ്പെക്ട്ഫുൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേ ഇത് ഏഷ്യൻ കൺട്രീസ് ഇന്ത്യ ഒഴിച്ച് ഇവരെല്ലാം മറ്റേ നമ്മളെ ബൗ ചെയ്ത് ഇങ്ങനെ ഒരു എല്ലാരും നമുക്ക് ആക്ച്വലി ഭയങ്കര വിയേർഡാവും. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഏത് ഷോപ്പിൽ കയറിയാലും അവിടെ ഉള്ള ഷോപ്പിലുള്ള എല്ലാവരും നമ്മളെ ഗ്രീറ്റ് ചെയ്യും. അതും ഇവരുടെ ഗ്രീറ്റ് ചെയ്യുന്ന വെച്ചപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നോർമൽ ടോണിൽ ഇങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇങ്ങനെ അതിലൊരു ട്യൂണുണ്ട് ഇങ്ങനെ പറയുന്നതിന്. എല്ലാത്തിനും ഒരു ഹൈ പിച്ചും അങ്ങനെയൊക്കെയാ. ഒരു പാട്ട് നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടാ. നമ്മളും ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അവർക്കും മനസ്സിലാവും. ആ രീതി സംസാരിക്കും. അതാണ് നമുക്ക് പാടാ അങ്ങനെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഭയങ്കരം എന്താ പറഞ്ഞാ മര്യാദ ഭയങ്കരം. പിന്നെ ഞങ്ങൾ പോയപ്പോ എല്ലാരും ആ സ്ഥലം വരുന്ന ടൂറിസ്റ്റ് ഇപ്പൊ എല്ലാരും വിചാരിക്കും തായ്ലൻഡോ, ഞാൻ പോയത് ഫുക്കറ്റ് അവിടെ പട്ടോങ് ബീച്ച് അവിടെ ആ സ്ഥലത്ത്. എല്ലാവരും വിചാരിക്കും തായ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓൺലി ഫോർ സെക്സ്, ഓൺലി ഫോർ പാർട്ടിങ്, ആ സീൻ അല്ല. അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട് അവിടെ. നിങ്ങൾക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ അവിടെ എല്ലാം കിട്ടും. ഫൺ ഫാക്ടേഴ്സ് ഒറ്റയ്ക്കല്ലല്ലോ പോയത്, ഞാൻ പേരൻസ് ആയിട്ടോ. അപ്പം എല്ലാരും കൈൻഡ് ഓഫ് വിയർഡഡ് ഔട്ട് ആയിരുന്നു പേരൻസ് ആയിട്ട് ഫുക്കറ്റ് പോകുന്നത്. പക്ഷെ എനിക്കത് പറയാനുള്ള, ഞാൻ എന്റെ പേരൻസ് ആയിട്ട് പോകുന്നു, ചിലപ്പോൾ വേറൊരാൾ അവരുടെ ഫാമിലി ആയിട്ട് പോകുന്നത് ഡിഫറെന്റ്. കാരണം ഞാൻ സിറ്റുവേഷൻ പോലെ അല്ല, ബേസിക്കലി വിത്ത് പേരൻസ് എല്ലാരും കുറച്ച് ഫേക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് അഭിനയിക്കും. നമ്മള് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതെ, നമുക്ക് അങ്ങനെ കള്ളത്തരങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഫണ്ണാണ്. കാരണം ഡേയില് അവരെ ഹാപ്പി ആക്കും. ഓരോ പരിപാടീസിന് പോവും, ഞങ്ങൾ ഡോൾഫിൻ ഷോ പോവും, പക്ക ഫാമിലി ആക്ടിവിറ്റീസ്, ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് അതൊക്കെ ചെയ്യും. വൈകിട്ടാകുമ്പോ ഞാൻ ഇറങ്ങും. എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമുക്കത് ബേസിക്കലി അപ്പയുടെ കൊണ്ടുപോയതാണ്. അവിടെ സ്ഥലമൊക്കെ കാണാൻ ഒരു ആഗ്രഹമായിരുന്നു, അങ്ങനെ പോയതാണ്. പിന്നെ അവിടുത്തെ ഐലൻഡ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആലോചിക്കുന്നത് എവിടാ, ഇതെന്തുവാ സംഭവം, നമ്മളിപ്പോ എവിടാ. ആ സീൻ ഭയങ്കര ഫണ്ണാണ്. നമുക്ക് റിഗ്രറ്റ് തോന്നത്തില്ല പൈസ പോകുന്നതിന്. കാരണം തായ്ലൻഡ് എക്സ്പെൻസീവ് പറഞ്ഞാൽ ഇൻറ്റു 4 times ആയിരിക്കും INR ഇത്. ബാത്തും INR വെച്ച് നോക്കുമ്പം നമുക്ക് കരച്ചിൽ വരും ഇന്ത്യൻ റുപ്പി മാറുമ്പോൾ. കാരണം നമ്മൾ ഒരു വലിയ എമൗണ്ട് 20,000 ഒക്കെ മാറുമ്പോൾ കിട്ടുന്ന അവിടുത്തെ 3000 ബാത്ത്, 7,000 ബാത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ സ്പെൻഡ് ചെയ്തപ്പോ ഇല്ല, നെവർ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഞാൻ ചെയ്യുവാണെ, ഇപ്പൊ എന്റെ കുറച്ച് പൈസ പോയ നമുക്ക് തോന്നുന്നു അത്രയും പൈസ വെറുതെ പോയല്ലോ, അങ്ങനെ ഒരു സാധനം തോന്നും. അവിടെ നമുക്ക് അവിടെ ഇനിയും കൊടുക്കാനേ തോന്നുള്ളൂ. കാരണം അവിടുത്തെ സർവീസും കിട്ടുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ ഓരോ ആൾക്കാർ നമുക്ക് അവർക്ക് ടിപ്പ് ചെയ്യാൻ തോന്നും. അതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ നമ്മൾ വലയോ ഇവർക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കും. കാരണം അതുപോലെ അവര് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു ഓരോ കാര്യങ്ങളൊക്കെ. എവരി പെനി വാസ് വർത്ത് ഇറ്റ് എന്ന് പറയുന്നത്. അതെ, എനിക്ക് മാക്സിമം കയ്യിലുള്ള
പൈസ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. കാരണം ഇനി എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം നെക്സ്റ്റ് വെക്കേഷൻ എപ്പോഴാ ഇനി വെക്കേഷൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ കാരണം അവിടെ എല്ലാം അടിപൊളി. ഞാൻ നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണായ സ്ഥലം. ഇത് ആക്ച്വലി ഒരു 6 months മുമ്പ് ബുക്ക് ചെയ്യാൻ ഞാൻ ടിക്കറ്റ്. അത് കുറെ വള്ളിക്കെട്ടുകളുണ്ടായിരുന്നു. ആദ്യമേ കംബോഡിയയും തായ്ലൻഡും തമ്മിൽ യുദ്ധം. അല്ലല്ല, ആദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റേ ഇത് നമ്മുടെ നേരത്തെ സീൻ. അപ്പത്തേക്കും ഞാൻ വിചാരിച്ചു പണി പാളി, ഇതിങ്ങനെ പോയാൽ എന്തായാലും നമുക്ക് പോകാൻ പറ്റത്തില്ല, ഇന്ത്യ പാകിസ്ഥാൻ സീനാവും. പിന്നെ ആ സമയത്ത് World War III എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺസ്പിറസി തിയറീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ Airbnb ബുക്ക് ചെയ്യില്ല. പക്ഷെ അന്ന് ബുക്ക് ചെയ്തിരുന്ന എനിക്ക് പിന്നെയും ചീപ്പായിട്ട് ഓൾമോസ്റ്റ് ഹാഫ് 50% ഡിഫറൻസ് വന്നേനെ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു, കാരണം ഇതൊന്ന് വാറിന്റെ ഇതൊന്ന് ശരിയാവട്ടെ. ഓക്കെ, അത് ഓക്കെ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ബുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും കംബോഡിയയും തായ്ലൻഡും തമ്മിൽ പിന്നെയും യുദ്ധം. അതെന്തോ പക്ഷെ ഒരാഴ്ച കൊണ്ട് എന്തോ സോൾവ് ആയി. വിത്തിൻ 1 week, ലെസ് ദാൻ എ വീക്ക് അത് സോൾവ് ആയി. പിന്നെ ഞാൻ നോക്കി കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഡിസംബർ ഈ സമയം അടുക്കും തോറും തായ്ലൻഡ് ഇത് വെള്ളപ്പൊക്കം. തായ്ലൻഡ് ഫുള്ള് അണ്ടർ ഫ്ലഡ്. അവിടുത്തെ വീഡിയോസ് ഇതെല്ലാം സീൻ ഭയങ്കര സീൻ. അതായത് അവിടെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അതും ഓക്കെ. അത് പിന്നെ കുറച്ചാളെ കഴിയുമ്പോഴത്തേക്ക് അത് ഏതാണ്ട് ഓക്കെ ആയി വന്നു. ഞങ്ങൾ പോകുന്ന സമയപ്പോൾ ഏകദേശം ഏതാണ്ടൊക്കെ ഓക്കെ ആയി. പിന്നെ ഞാൻ നോക്കി ടിക്കറ്റ്സ് ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ പോകുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റില്ല, ഇൻഡിഗോ കംപ്ലീറ്റ്ലി ക്യാൻസൽ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ അതും ഞാൻ പോകുന്ന 11th ഡിസംബർ 4th തൊട്ട് ആണ് സ്റ്റാർട്ട് ആവുന്നത്. കാരണം ഞാൻ ജോധ്പൂരിൽ നിന്ന് മുംബൈയിലോട്ട് വരുക. എന്റെ അന്നത്തെ ഫ്ലൈറ്റ് എന്തോ ഭാഗ്യത്തിന് ഇതായിരുന്നു, എയർ ഇന്ത്യ. ഞാൻ ജോധ്പൂർ എയർപോർട്ടിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റ്സ് എല്ലാം ഡിലേ ആയി ക്യാൻസലായി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാനപ്പോ ഇതെന്നാ സീൻ, ഇൻഡിഗോക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നോക്കിയപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചു, ഇവരുടെ സ്റ്റോക്ക് വാല്യൂ എന്തായാലും ഡൗൺ ആവില്ല ഇത്രയും പ്രശ്നമായി. ഞാനപ്പോൾ ഇത് എങ്ങനെയും ഷോർട്ട് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ബൈ ചെയ്ത് ഹയർ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് നമ്മൾ റിവേഴ്സ് ആവും. ഹയർ പ്രൈസിൽ നമ്മൾ സെല് ചെയ്യും, പക്ഷെ ബൈ ചെയ്യുന്ന ലോവർ പ്രൈസ്. അങ്ങനെ ഒരു ഡേ ട്രേഡിങ് പരിപാടി. ഞാൻ അത് ചെയ്യാം, കുറച്ച് പൈസ പെട്ടെന്ന് ഉണ്ടാക്കും. എനിക്ക് ഇതായി മറ്റേ ഐഡിയ കത്തി മനസ്സിൽ. ഞാൻ പക്ഷെ എനിക്കിത് അറിയത്തില്ല. ഞാൻ സാറിന് ചെയ്യുന്ന മറ്റേ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്. ഞാൻ ഇൻട്രാഡേ ചെയ്യാറില്ല സ്കൂളിലായതുകൊണ്ട്. പെട്ടെന്ന് ഇത് പക്ഷെ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഗൂഗിളിലെല്ലാം നോക്കി പഠിച്ചു എന്നെ ബോർഡ് ചെയ്യാൻ വിളിച്ചു. പിന്നെ ഞാൻ പ്ലെയിനിൽ കയറിയിട്ട് ഇനി എനിക്ക് പിന്നെ കൺട്രോൾ ഇല്ലല്ലോ. അപ്പോഴത്തേക്കും മാർക്കറ്റ് ക്ലോസ് ആവും. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പൊ അങ്ങനെ സീൻ. ഇത് അടുത്ത ദിവസവും 2-3 ദിവസം എല്ലാം ഫ്ലൈറ്റ് ക്യാൻസൽ. എനിക്കാണ് ആ ടെൻഷന്. കാരണം പേരൻസ് വരുന്നത് കേരളത്തിൽ നിന്ന് മുംബൈയിലോട്ട് ഇൻഡിഗോ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാണ് മുംബൈ ടു തായ്ലൻഡ് ഇൻഡിഗോ. ഫുള്ളി ഫക്ഡായി. ഞാൻ ഓർത്ത് മൂഞ്ചി പണി പാളി. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇത് പിന്നെ കൃഷ്ണുണ്ണി വഴിയൊക്കെ അവൻ തത്കാല് സെറ്റ് ചെയ്തു ട്രെയിനിൻ്റെ. അപ്പം ഞാൻ ആലോചിച്ച ബെസ്റ്റ് ഓപ്ഷൻ ഏതാ, നമ്മൾ ക്യാൻസൽ ആവുമെന്ന് നോക്കാതെ വെയിറ്റ് ചെയ്തേക്കാളും നല്ലത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഒരു ദിവസത്തെ ട്രാവൽ നേരത്തെ വരിക, ഇങ്ങോട്ട് നേരത്തെ വന്നു. ആ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ക്യാൻസൽ ഒന്നും ആയില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്ത എന്റെ സൈഡിൽ നിന്ന് തന്നെ. എനിക്ക് റീഫണ്ടും കിട്ടി. ഒരു 500 rupees ആണ്ട് കുറച്ച്. എനിക്കത് വിൻ-വിന്നാ, കുഴപ്പമില്ല. അവരെ ട്രെയിനിലും കയറി വന്നു. എനിക്ക് അത്രയും പൈസ ഇല്ല, ട്രെയിൻ ടിക്കറ്റ് ഇതും കുറഞ്ഞു. അവര് കയറി വന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പിന്നെ സീൻ ഇല്ലായിരിക്കും, കുഴപ്പമൊന്നുമില്ല, വന്നു. പിന്നെ അടുത്ത ഇത് എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലോട്ടുള്ള ഫ്ലൈറ്റ് ഇനി ക്യാൻസൽ ആവും, അതാ എന്റെ പേടി. പക്ഷെ ആ ഒരു ടൈം ആയപ്പോ ഓക്കെ 11th ആയപ്പോഴത്തേക്കും. അപ്പൊ അത്രയും വള്ളിക്കെട്ടെല്ലാം സോർട്ട് ചെയ്തതാണ് ഇവിടെ എത്തുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം നോ സീൻ, എല്ലാം സ്മൂത്ത് ആസ് ഫക്ക്, ഒരു കുഴപ്പമില്ല. എല്ലാം ഭയങ്കര ഹെവി. കാരണം നമ്മൾ സാറിന് ട്രാവൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മള് ഫുള്ളി പ്ലാൻഡ് ആയി. എന്നിട്ട് ഞാനൊരു ബേസിക് പ്ലാൻ ഉണ്ട്. ഞാൻ Airbnb സെറ്റ് ചെയ്ത് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. Airbnb സെറ്റ് ചെയ്ത് ടിക്കറ്റ് സെറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ കാര്യം, അവിടെ ഒരു നല്ലൊരു ഐലൻഡ് ടൂറിന്റെ ഒരു പാക്കേജ് ഉണ്ട്, Airbnb എക്സ്പീരിയൻസ്ഡ്. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നത് Airbnb എക്സ്പീരിയൻസ് ചെക്ക് ഔട്ട് ചെയ്ത് എവിടെയും പോകാൻ. അത് എക്സ്പെൻസീവ് പാക്കേജ് ആയിരുന്നു. അത് ഞാൻ ബുക്ക് ചെയ്തത്. കാരണം എനിക്കറിയാം Airbnb എക്സ്പീരിയൻസ് അത് നല്ല. ഞാൻ റിവ്യൂസ് എല്ലാം നോക്കി, നമുക്കെല്ലാം നോക്കാൻ ഇന്റർനെറ്റ് എല്ലാം ഉണ്ടല്ലോ, അത് നോക്കി എനിക്ക് മനസ്സിലായി. അപ്പൊ അതും ബുക്ക് ചെയ്ത് ബേസിക് ആയിട്ടുള്ള തായ്ലൻഡിലെ പരിപാടികൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു വരുന്നതിന് മുമ്പ്.
പിന്നെ ഞാൻ അവിടെ ചെന്നപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരം തന്നെ നമ്മൾ എല്ലാ സാധനവും ഒരു ട്രിപ്പ് ഒരു നീ സ്ഥലത്തും ആണെങ്കിൽ ഒരു ദിവസം തന്നെ എല്ലാം കാണാം അതപ്പോ നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് എൻജോയ് നമ്മളൊരു സ്ട്രിക്ട് സ്കെഡ്യൂളിനോട് ഇങ്ങനെ സ്ലേവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതിലെ മിക്ക ദിവസം ഞങ്ങൾ ചുമ്മാ ഇരിക്കുമായിരുന്നു. ചെറിയ പരിപാടികളെയും കാരണം അപ്പയ്ക്കും അമ്മയ്ക്കും വയ്യ, നമുക്ക് അങ്ങനെ നമ്മളെപ്പോലെ അങ്ങനെ തെറിച്ച് പോകാനൊന്നും പറ്റുന്നത്. അതുകൊണ്ട് അവിടെ പോയി എല്ലാ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ റെസ്റ്റ്, എല്ലാ സാധനങ്ങളും കണ്ടു, നല്ല പരിപാടികൾ കണ്ടു. ഞാൻ ഡോൾഫിൻ ഷോ കണ്ടു. ആദ്യത്തെ ദിവസം ചെന്നു, ഉറങ്ങി എണ്ണീറ്റു, ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഡോൾഫിൻ. നമ്മൾ രാവിലെ എണ്ണീറ്റ് പോകുന്ന പരിപാടി ഒന്നുമില്ല, ഉച്ചയ്ക്ക് എണ്ണീക്കും പീസ്. കാരണം വെക്കേഷൻ നമ്മള് എൻജോയ് ചെയ്യാൻ. നമ്മള് രാവിലെ 6 മണിക്ക് എണ്ണീറ്റ് പോകുന്നു, 5 മണിക്ക് എണ്ണീറ്റ് ഷോ, ഉച്ചയ്ക്ക് എണ്ണീക്കുന്നു ഡോൾഫിൻ ഷോ അടിപൊളി. ഞാൻ വിചാരിച്ച ചെറിയൊരു മടുപ്പായിരിക്കും എന്ന് വിചാരിച്ചു ചെന്നപ്പം. എന്തോ ഡോൾഫിൻ ഷോ, ഇതൊരു പിള്ളേരെയൊക്കെ കാണിക്കാനാണ്. പക്ഷെ എന്തോ വെൽ ട്രെയിൻഡ് ആണ്. അത് റഷ്യൻസ് അതിനെ ട്രെയിൻ ചെയ്ത്, അതിന്റെ ട്രെയിനേഴ്സ് ഒക്കെ. അത് നീ ഒന്ന് കാണണം. അതും താഴെ ആൾക്കാരാണ് അത് MC ചെയ്യുന്നത്, അവര് ആങ്കർ ചെയ്യുന്ന പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. അവര് ഭയങ്കര അടിപൊളി. ആ പരിപാടിയുടെ മെയിൻ ഒരു നമ്മളെ ഫുള്ളി ഇതിലോട്ട് ഇൻവോൾവ് ആകും. അവര് പറയുന്നതല്ല നമുക്ക് ഭയങ്കര ഫണ്ണി അങ്ങനത്തെ സീനൊക്കെ. പിന്നെ ഡോൾഫിൻ കാണിക്കുന്നതൊക്കെയാണ് എന്റെ പൊന്നടാ. നമ്മള് ശരിക്കും നമ്മള് ഇങ്ങനെ വന്നിരുന്നു, നമ്മള് അപ്ലോസ് കൊടുക്കും, അതുപോലെ അടിപൊളി നമ്മളെ എല്ലാരും കൊടുക്കും. കാരണം പൊതുവെ ഇപ്പൊ ഇന്ത്യൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കാനൊക്കെ ഒരു മടിയായിരിക്കും. ഇപ്പൊ എന്നാൽ ഒരു മജീഷ്യൻ ട്രിക്ക് കാണിക്കുവാണെങ്കിൽ കൈ കൊട്ടുന്നോ അങ്ങനെയൊക്കെ കുറച്ച് പാടല്ലേ, കുറച്ച് നമ്മള് മസിൽ കൊടുത്തല്ലേ. പക്ഷെ ഇത് നമ്മളെ കൈ അടിപ്പിക്കുക, അതുപോലെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതായി എന്റെ സംശയം തന്നെ മയില് പോസാവെല്ലാം തോന്നുന്നു, അല്ല പോസാവുന്ന ആളാ. അതാ തൊട്ടേ വന്നു ഇവിടെ മാത്രം ഞാനിപ്പോ ടച്ച് ചെയ്ത് പോകുന്ന അത് സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുന്ന ആണോ, നമ്മുടെ സ്ക്രീൻ സേവർ പോലെയല്ലേ. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഓട്ടോ ചാർജ് തീരാറ്. അപ്പം ഡോൾഫിൻ്റെ ഇത് കണ്ട് അടിപൊളി. ഒരു ഇതില്ല. അന്ന് വൈകിട്ട് അപ്പൊ കുറച്ച് ടയർഡായി, അതുകൊണ്ട് രാത്രിയില്ല. കാരണം അടുത്ത ദിവസം ഞങ്ങൾക്ക് ഐലൻഡ് ടൂറിൻ്റെ അപ്പൊ പറഞ്ഞ് വരുന്നില്ല, അപ്പൊ കുറച്ച് വയ്യാണ്ടായി, അപ്പൊ പറഞ്ഞ് വരുന്നില്ലെന്ന്. അന്ന് രാത്രി ഞങ്ങൾ മൊയ്ത്തായി കിക്ക് ബോക്സിങ് അന്ന് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു, ബെൽറ്റ് കൊടുക്കുന്ന പരിപാടി, ബെൽറ്റർ വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിന് പോയി ഞാനും അമ്മയും കൂടെ. അത് ഞാൻ എഡിബിൾസ് വിട്ട് ഹൈ ആയിട്ട് പോയി. അത് റിംഗ് സൈഡ് സീറ്റ്സ്. നമുക്ക് മൊയ്ത്തായി ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ദേഹത്തെ വേർപ്പ് നമ്മുടെ ദേഹത്തോട്ട് പക്ക എല്ലാ പരിപാടിയും ഉണ്ട്. മറ്റേ റിങ്ങുകൾ വരുന്നു, ബെൽറ്റ് കാണിക്കുന്നു, പോകുന്നു. ആൾക്കാരും ഈ ഫോറിനേഴ്സ് ഉണ്ട്, തായ് ആൾക്കാർ ഭയങ്കര പൊളൈറ്റ്. അവരിങ്ങനെ വന്ന് ഷോ ഒന്നും കാണിക്കില്ല, അടിച്ചിടുക പോവുക, അത്രേ ഉള്ളൂ. മറ്റേ ഫോറിനേഴ്സ് റഷ്യൻസ് ഒക്കെ വന്നു ഭയങ്കര സീനാണ്, ഇങ്ങനെ കാണിച്ച് ആ സീനൊക്കെ ബെൽറ്റ് ഒക്കെ ഇങ്ങനെ കാണിച്ച് അത്. പിന്നെ ഫൈറ്റ് ഭയങ്കര അടിപൊളി. പാട്ടാന്ന് അടിച്ചു, നീ ഒക്കെ എടുത്ത് ബോഡിക്ക് നീ കൊടുക്കുന്നു, ചോര വരുന്നു. 2 പേരും 6 ഫൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ 2 നോക്കൗട്ട്. നോക്കൗട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ പോലെ നമുക്കൊരു വിയേർഡ് ഫീലിംഗ്. കാരണം ആ പുള്ളി ഇങ്ങനെ കിടക്കും ഇറങ്ങി, മറ്റേ പുള്ളി ജയിച്ചു എന്നുള്ള സീൻ. നമ്മൾ പോയി ഇങ്ങനെ അവരെല്ലാരും എണ്ണീപ്പിക്കുന്നു, പിന്നെ പുള്ളി എണ്ണീറ്റ് പോകുന്നു. പക്ഷെ അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മാച്ച് കാണുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് ആരും കാണാത്ത ചെയ്യാറില്ല ആൾക്കാര്. അത് ശരിക്കും കാണണ്ട തന്നെ. അത് അടിപൊളി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നാമത് നല്ല ഹൈവ് ആയിരുന്നു, പിന്നെ എനിക്ക് ഓൾറെഡി ഇത് താല്പര്യമുണ്ട്. ഇപ്പൊ ചിലവർക്ക് ഇഷ്ടമില്ലായിരിക്കും ഫൈറ്റ് എന്ന്, പക്ഷെ എന്നാലും അതൊരു കാണേണ്ട കാര്യം തന്നെ. അതിന് പോയി തായ്ലൻഡിൽ പോയതിന്റെ മെമ്മറിക്കാണ് ടാറ്റു. എനിക്കൊരു എന്തായാലും തായ്ലൻഡിൽ നിന്ന് തന്നെ ഒരു ടാറ്റു ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ശരിക്കും ഇത് തായ് സ്റ്റൈൽ അല്ല, ഇത് ജാപ്പനീസ് സ്റ്റൈലിൽ ഒരു ടൈഗറിനെ സെറ്റ് ചെയ്ത്. എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു ടാറ്റു അതിന്റെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഞാൻ ആലോചിച്ച് തായ്ലൻഡിൽ നിന്ന് ഒരു ടാറ്റു അടിക്കുന്നതാണ് പൊളി. ഇവിടെ വന്ന് ഒരു ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇതൊരു മെമ്മറി, എനിക്ക് അവരായിട്ട് പോയി എല്ലാം കണ്ടു. ഇതിപ്പം ഈ ടാറ്റു ഒരു മെമ്മറി. പിന്നെ എനിക്ക് ടാറ്റു വേറെ ഇത് കുഞ്ഞു ടാറ്റു ആണ്, ഇത്ര ഉള്ളതാണ്, ഇത്ര ഉള്ള ടാറ്റു. മുറിവല്ലേ എന്റെ ഈ ടാറ്റുവിനപ്പം നീ എന്നാ നമുക്കതൊന്നും വേദനയുണ്ട്, പക്ഷെ അങ്ങനത്തെ വേദന അങ്ങനെ വലിയ വേദനയൊന്നുമില്ല. പിന്നെ അടിച്ച സ്ഥലവും വലിയ സീനില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഫോറാമിൽ കുറച്ച് വേദന ഉണ്ടെന്ന് എനിക്ക് അത്. പിന്നെ കിക്ക് ബോക്സിങ്ങിന് പോയി. അടുത്ത ദിവസം അപ്പയ്ക്ക് വയ്യാണ്ട് റെസ്റ്റ് എടുത്തു. ഞങ്ങൾക്ക് ഒരു ഐലൻഡ് ടൂർ ഉണ്ട്, അത് റീഷെഡ്യൂൾ ചെയ്തു ഡേ ആഫ്റ്റർ ടുമോറോയിലോട്ടായി. അവിടെ പോയിട്ട് ഐലൻഡ് ഒരു
പിന്നെ പക്ക പാരഡൈസാണ്. അവിടെ എല്ലാവരും ഇങ്ങനെ വന്ന് ഇരിക്കും, ബീച്ചിലൊക്കെ ഇറങ്ങും. പെർഫെക്റ്റ്ലി ക്ലീൻ ബീച്ച്, ക്ലീൻ വെള്ളം, ക്ലിയർ വാട്ടർ, അടിപൊളി പരിപാടി. അവിടെ ജെറ്റ് സ്കീ അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പയ്ക്കും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് പ്ലാൻ ചെയ്യും. നമുക്ക് ഓരോ സ്ഥലത്ത് ഇന്ന ഇത്ര ടൈമുണ്ട് സ്പെൻഡ് ചെയ്യാൻ. അതൊരു കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണമല്ലോ. ആദ്യമേ എനിക്ക് സത്യം പറഞ്ഞ ഐലൻഡിന്റെ പേരല്ല ഞാൻ മറന്നുപോയി. പിന്നെ ആദ്യത്തെ ഐലൻഡിൽ പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തു, കുറച്ച് സ്നാക്സ് കഴിച്ചു, ഒരു ബിയറൊക്കെ യാട്ടിൽ പോയതാണോ? ഒരു യാട്ടില് നമ്മൾ ഇന്ന ഐലൻഡ്സിലൂടെ കൊണ്ടുപോകും. അവിടെ കുറെ ഐലൻഡ്സ് ഉണ്ട് ആ സ്ഥലത്ത്, ഇഷ്ടം പോലെ. അവിടെ പോയി ആദ്യത്തെ ഐലൻഡിൽ ഇറങ്ങി കുറച്ചു നേരം ചില്ല് ചെയ്തു. രണ്ടാമത് ഒരു കേവിൽ പോയി, ഐസ്ക്രീം കേവ് എന്ന് പറയും. ഐസ്ക്രീം കേവ്? അതായത് ആ കേവിനകത്ത് ഫുള്ള് ലൈം സ്റ്റോൺ എന്തോ ഉണ്ട്. അപ്പൊ അതിങ്ങനെ ഡ്രോപ്പിങ്സ് പോലെ വരും. അതിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒരു ഈ കാൻഡിലിന്റെ വാക്സ് പോലെ ഇങ്ങനെ ഉരുകി വരും. ആ കേവിനകത്ത് നിറച്ച് ഈ സാധനങ്ങളാണ് ഇങ്ങനെ ഉരുകി ഇരിക്കുന്നത്. അതില് ഐസ്ക്രീം ഷേപ്പിൽ ഇങ്ങനെ വന്ന് കോൺ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ നടുക്കൊരു പർട്ടിക്കുലർ റോക്ക് ഉണ്ട്, അത് കൃത്യ ഐസ്ക്രീം കോൺ പോലെ ഇരിക്കും. അതുകൊണ്ട് അത് ഐസ്ക്രീം കേവ്. അത് കണ്ടു. പിന്നെ ഒരു സ്ഥലത്ത് ഐസ്ക്രീം കേവ് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഈ പക്കാ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. ഒരു പച്ച വെള്ളത്തിൽ ചെറിയൊരു കനുവില് കയറി പോകുന്നത്. നമ്മളെ രണ്ടുപേരും ഇരുന്ന് പുറകെ ഒരാള് പാഡൽ ചെയ്ത് ഇങ്ങനെ എല്ലാം കാണും. ഭയങ്കര ബ്യൂട്ടിഫുൾ. കനുവിലാണ് അതിനകത്ത് ചെറിയ അമാരാ പാഡലിൽ ഇങ്ങനെ ആ പെഡൽ ബോട്ടല്ല ഈ സാധനം അവര് റോയി നമ്മള് പീസായിട്ടെല്ലാം കാണുക. ഈ പരിപാടിക്ക് ഫുൾ എല്ലാത്തിനും ഞാൻ ഹൈയാ. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. സോബറായിട്ട് പോയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമ്മളിങ്ങനെ അതിലോട്ട് ഇതായി പോകും. നമ്മളൊരു ഭയങ്കര ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളൊരു സാധനം. അവിടുത്തെ വീട് എക്സ്പീരിയൻസ് വീട് ഇൻ ദ സെൻസ് അവിടുത്തെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ കുഷ് എന്ന് പറഞ്ഞ സാധനമാണ് അവിടെ ചുമ്മാ വഴി കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കരം പൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കരം പൊളി. ഇവിടുത്തെ പോലത്തെ മറ്റേ കൂറ സാധനമൊന്നുമല്ല. നമ്മളെങ്ങനെ മറ്റേ ട്രിപ്പ്. പിന്നെ ഇതില് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പയ്ക്കാമ എല്ലാവരുടെയും വിചാരമുണ്ട് നമ്മൾ മറ്റേ ഒരു ജോയിന്റ് വലിച്ചു കഴിഞ്ഞാൽ മറ്റേ കുഞ്ഞിക്കൂനകത്തെ മറ്റേ പുള്ളിയില്ല, ആ സീനോ വന്നിട്ട് ആൾക്കാരെ കൊല്ലും, അച്ഛനും അമ്മയും തല്ലിക്കൊല്ലും, കത്തി കൊണ്ട് കൊല്ലും. അതൊക്കെയാന്ന് ആൾക്കാര് പറഞ്ഞു നടക്കുന്നത്. മിസ്ലീഡിങ് ഇൻഫർമേഷൻ. ഞാൻ ഓപ്പൺലി നോ പ്രോബ്ലം പേരൻസ് ആയിട്ടാ പോയത്. വീട് അവിടെ ലീഗലാ. ഓക്കെ, സ്മോക്ക്ഡപ്പ്. ഞാനെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞാൻ ഇന്ന് എന്തേലും തോന്നിവാസോ എന്തേലും കാണിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു, നോർമൽ, അങ്ങനെ സീനെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് എന്തേലും പെർസ്പെക്റ്റീവിന് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു വീടിനോടുള്ളത്. അപ്പൊ അവർക്ക് ഇന്റേണലി ഉണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. എന്തായാലും വീട് ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ ഇന്ത്യ കൾട്ടിവേറ്റ് ചെയ്ത ഡ്രഗാണ് വീട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷാണ് ബാൻ ചെയ്തത്. ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ പൊട്ട സാധനം, അത് അടിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം അത് ഇവോൾവ് ആയിട്ടില്ല. അത് തുടക്കം തന്നെ ബ്രേക്ക് ഇട്ടുകൊണ്ട് അതിന്റെ സെപ്പറേറ്റ് ചെയ്യാൻ അതിന്റെ ക്വാളിറ്റി മാറ്റി. ഒരു സാധനം ക്വാളിറ്റി ഈ വെളിയിൽ കിട്ടുന്ന എല്ലാം ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇൻ ദ സെൻസ് അവരത് ഇവിടെ അങ്ങനെ ഗ്രോ ചെയ്യാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് പുലി വളരുന്നതാണെങ്കിൽ അതാണ് കിട്ടുന്നത്. അവരതിനകത്ത് ഓരോ അഡൾട്ടറൻസ് ആഡ് ചെയ്യും സാധനം. പിന്നെ അത് മറ്റേ ഇത് ശരിക്കും പൂവാ, നമുക്ക് തരുന്ന തണ്ടും ഇലയൊക്കെ ആയിരിക്കും ഇവന്മാര് തരുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോ പ്രോബ്ലം, ഒരു സീൻ. അവിടെ എല്ലാരും പറയും ഇതെല്ലാം നമ്മൾ ലീഗലാക്കി കഴിഞ്ഞാൽ നാട് നശിക്കുമെന്ന്. അവിടെ നോക്ക്, അവിടെ ലീഗലാ, അവിടെ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. അവിടെ എല്ലാരും എന്ത് മര്യാദയാണ്. പിന്നെ ഉള്ള കള്ളു കുടിക്കുന്ന സ്ഥലത്താണ് സത്യം പറഞ്ഞ പ്രശ്നങ്ങളുള്ളത്. അവിടെ അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ എല്ലാരും പാർട്ടി ചെയ്യാനാ വരുന്നത്. അവരപ്പം ഡ്രങ്ക് ആയിരിക്കും, അവരെന്തേലൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത്. അവിടെ ഓക്കെ, അതങ്ങനെയാണ്. എന്നും പറഞ്ഞ് തായ്ലൻഡ് ഫുൾ അങ്ങനെയാണ്. തായ്ലൻഡ് നീ ഏത് മുക്കിപ്പോയാലും നിനക്ക് വീട് ഷോപ്സ് എല്ലാം കിട്ടും, ഒരു പ്രശ്നമില്ല. ട്രൈ ചെയ്തത് അതൊരു ഇന്ത്യ കാണാത്ത കേൾക്കാത്ത ഒരു സാധനമാണ് എഡിബിൾസ്. എഡിബിൾസ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ബാങ് ഉണ്ടല്ലോ. ബാങ് ഈസ് നോട്ട് എഡിബിൾ എന്ന് പറയാണ്. പക്ഷെ അത് ഇതാണ് ഒരു ലോ ഗ്രേഡ്, ഒരു ലോ ഗ്രേഡ് സാധനമാണ്. അത് ഫ്ലേവർഫുൾ ഐറ്റം മീൻസ് ഐ ഹാവന്റ് ട്രൈഡ് ഇറ്റ്.
അവിടെ കേക്ക്സും ചീസ് കേക്കും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഏത് ഓണായി അല്ല കേക്കും ചീസ് കേക്ക് വീഡ് ഇൻഫ്യൂസ്. വീഡ് ഇൻഫ്യൂസ്ഡ് എല്ലാം. അവിടെ കാഫേസ് ആണ് ഫുള്ള്. നമുക്ക് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാം, സ്മോക്കപ്പ് ചെയ്യാം, അവിടെ നിന്ന് കോഫി കുടിക്കാം. എല്ലാം അവര് കയറി വരുമ്പോളെ മറ്റേ സവാട്ടിക്ക സീന, നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട അത് റെസ്പോൺസിബിൾ ആയിട്ട് എന്ത് ചെയ്താലും വലിയ കുഴപ്പമൊന്നും. മറ്റേ സാധാരണ ആൾക്കാർ പോകുന്ന നൈറ്റ് ലൈഫില്ലേ തായ്ലൻഡ്, സാധാരണ ആൾക്കാര് പോകുന്ന ഇത് ഫോർ സെക്സ്, ഫോർ ഡ്രഗ്സ്, ഫോർ വീഡ്, ഫോർ പാർട്ടിങ്, ആ സീന് അതും അവിടെ ഉണ്ട്. എല്ലാം അവിടെ ഉണ്ട്. കാരണം അവിടെ ഭയങ്കര ഓപ്പൺ അങ്ങനെ. പക്ഷെ അവിടെ കൂടുതലും ലേഡി ബോയ്സ് ആണ്. ഞാൻ 2-3 ലേഡി ബോയ്സ് ആയിട്ട് സിഗരറ്റൊക്കെ വലിച്ചത്. അവരൊക്കെ അവരങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തതൊന്നുമില്ല. അവര് ചിലപ്പോൾ വിളിക്കും. ഈ പാർലേഴ്സിന്റെ ഫ്രണ്ടിലൊക്കെ പോയി അവർ ചിലപ്പം വരാനൊക്കെ പറഞ്ഞു വിളിക്കാം. അല്ലാതെ അവരെ നമ്മളെ വന്ന് ഉപദ്രവിക്കുക അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അവരും ചില്ല. നമ്മുടെ ചോയ്സ് ആണ്. വേണ്ടവര് പോവുക. ഇത് പക്ഷെ പോകുമ്പോ സൂഖി അവിടെ ലേഡി ബോയ്സും ഉണ്ട്, ഒറിജിനൽ പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം നിങ്ങള് ഉദ്ദേശിക്കുന്ന പക്ഷെ ഭയങ്കര ലേഡി ബോയ്സ് ആണെങ്കിലും ദേ ആർ വെരി ബ്യൂട്ടിഫുൾ. കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അവളോട് എല്ലാരും കാണാൻ നല്ല രസമാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ വായും പൊളിച്ചിരുന്നു. പക്ഷെ അത് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ അത് സീനൊന്നും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളത് ജഡ്ജ് ചെയ്യാനോ അങ്ങനെ ഒന്നും പോകുന്നില്ല അവിടെ. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞ പാഡ് തായ്, മാംഗോ സ്റ്റിക്കി റൈസ്, നൂഡിൽസ്, എന്തും പോർക്കല്ല പോളി, ഫിഷ്, പോർക്കിന്റെ കളിയായിരുന്നു ഫുള്ള്. ഫുഡെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോസ്പെരിറ്റിയാണ് തോന്നുന്നത്. എല്ലാം ഉണ്ട് അവിടെ. എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാ വെജിറ്റബിൾസ് ഉണ്ട്. കാണാൻ ഭയങ്കര നല്ല കളറുള്ള വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് നല്ല കളർഫുൾ ഒരു പ്ലേറ്റ്. ഭയങ്കര അടിപൊളി പ്രസന്റേഷൻ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമല്ല, സാധാ റെസ്റ്റോറൻറ്റ്സ്. ഒരു വീട്ടിലൂണ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. എന്നാലും ഫുഡ് ഭയങ്കര അമേസിങ്. മൊത്തം മീറ്റ് അല്ലായിരുന്നു ഐ തിങ്ക്. എല്ലാം നൂഡിൽ, പാഡ് തായ്, അതിനകത്തെല്ലാം എല്ലാം ഒന്നേ നമുക്ക് ഓപ്ഷൻ ഒന്നേ ചിക്കൻ ആഡ് ചെയ്യാം, പോർക്ക് ആഡ് ചെയ്യാം, ബീഫ് ആഡ് ചെയ്യാം, അല്ല ഷ്രിംപ് ആഡ് ചെയ്യാം, അല്ല സീ ഫുഡിന്റെ മിക്സ് ആഡ് ചെയ്യാം. അവിടെ കഴിച്ചാൽ ഏറ്റവും നല്ല മീറ്റ് ഏതായിരുന്നു? പോർക്കായിരുന്നു ഏറ്റവും അടിപൊളി. പോർക്ക് എങ്ങനെ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ ഇവിടെ നമ്മളെല്ലാം ഫ്ലേവറും കൂടെ അവരങ്ങനെ ഡീപ് കുക്ക് മറ്റേ ഓവർ കുക്ക് ചെയ്യത്തില്ല. അതിന് പെർഫെക്റ്റ്. അതിന്റെ ഫ്ലേവേഴ്സ് ഭയങ്കരമായിട്ടുണ്ട്. ഉപ്പാണേലും ഒരു ചെറിയ സ്വീറ്റ് സാധനവും കാണും. സ്റ്റെർ ഫ്രൈ ചെയ്ത സാധനം, അതിന്റെ കൂടെ ഉള്ള എല്ലാത്തിനും നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ് എല്ലാം നല്ല സാധനങ്ങൾ. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും എല്ലാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വി ഹാവൻ ഹാഡ് എനി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ലൈക്ക് നമ്മുടെ നാട്ടിലെ ഇത് കഴിച്ചിട്ട് വേറെ നാട്ടിൽ പോയി കഴിക്കണം പലവർക്കും അങ്ങനത്തെ. എനിക്ക് നേരെ തിരിച്ചാ മതി. ഇവിടെ വന്ന് കഴിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലല്ല, ഈ മുംബൈ നോർത്ത്, കാരണം കൂടുതലും മസാല സ്പൈസസ് എല്ലാം ആകുമ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ അവിടെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല. പിന്നെ അവിടെ ഈ 7-Eleven ഉണ്ട്, ഈ സൂപ്പർ മാർക്കറ്റ്. അവിടെ എല്ലാം കിട്ടും. നല്ല കേക്കും മറ്റേ ബണ്ണ്, ഇങ്ങനെ ഭയങ്കര വെറൈറ്റീസ് ആണ്. അവിടുത്തെ ഈ ഓരോ സാധനങ്ങളുടെ പാക്കേജിങ് ഒക്കെ കാണും, എല്ലാം അടിപൊളിയാണ്. പിന്നെ എന്തുണ്ടെങ്കിലും ക്രഷ്ഡ് ഐസ് നമുക്ക് കിട്ടും. ഇപ്പൊ കോക്ക് കുടിക്കാനാണേലും ക്രഷ്ഡ് ഐസ് ആണ്, അതിലോട്ട് ഒഴിക്കുക, കുടിക്കുക. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു കപ്പ് ഓഫ് ഐസ് മേടിക്കാം. എന്നിട്ട് പിന്നെ മൈലോ ഉണ്ട്, മറ്റേ കോഫി ഉണ്ട്, ഇഷ്ടമുള്ള സാധനം എന്താണ്. 7-Eleven എല്ലാ സാധനവും ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റ്, അവിടുത്തെ മേജർ സൂപ്പർ മാർക്കറ്റ് 7-Eleven, അതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനവും. പിന്നെ എല്ലാവരും ഭയങ്കര മര്യാദ. ഇപ്പം അവിടെ വരുന്ന ഫോറിനേഴ്സ് ആണെങ്കിലും അവർ യൂറോപ്യൻസ് ആണെങ്കിലും എല്ലാവരും ആരും ലൈൻ കട്ട് ചെയ്തില്ല, ആരും വേസ്റ്റ് ഒന്നും എല്ലായിടത്ത് കിടത്തില്ല. ആരും അനാവശ്യമായിട്ട് ഒരു വഴക്കുണ്ടാകാൻ പോലെ സ്വന്തം കാര്യം നോക്കിയാണ്. എല്ലാവരും കാണുമ്പോൾ ചിരിക്കുക, പൊളൈറ്റ് ആവുക, ഗ്രീറ്റ് ചെയ്യുക, എന്നാ ഉണ്ട് ഒരു വഴി, എന്നാ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അങ്ങനത്തെ ഒരു സീനാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ചിരിച്ചാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തോ നേരത്തെ കാണുമ്പോൾ മുഖത്ത് വരെ നോക്കാൻ തോന്നുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും മടുപ്പായി തോന്നിയത് അവിടുത്തെ ക്യാബ്, നമ്മൾ ഗ്രാബോ ബോൾട്ടോ എന്തെങ്കിലും ബുക്ക് ചെയ്യും, ക്യാബ് ഡ്രൈവേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയെ അടിപൊളിയാണ്. മറ്റേ സാധാ ഇടിച്ചു ചളിങ്ങിയ വണ്ടിയൊന്നും വരത്തില്ല. എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള വണ്ടിയായിരുന്നു.
അതും നല്ല കാർ, നല്ല കൂടിയ കാറുകളാണ്. അവിടെ സാധാ ബേസിക് ടാക്സി. അവര് ഭയങ്കര മര്യാദ, പൈസ നമ്മളെ കൊണ്ടുവിടുക, എല്ലാം പക്ക. നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകണം, അവർ ചോദിക്കും ടിക്കറ്റ് എടുത്തോ. അവർക്ക് വേറെ കമ്മീഷൻ അത് കാണും, അതിനു വേണ്ടി അല്ല അവർ ചോദിക്കുന്നത്. ടിക്കറ്റ് എടുത്തു, ഇവിടെ പോയാൽ മതി, നമ്മളെ കൃത്യം സ്ഥലത്ത് കൊണ്ട് ഇറക്കണം. പെർഫെക്റ്റ്. ഞാൻ ഇന്ത്യയിലെത്തി, എയർപോർട്ട് ഇങ്ങോട്ട് വന്നത് ഇത് വിളിച്ചു, ഓല ക്യാബ് വിളിച്ചു. ആദ്യമേ കയറി ഞാൻ പറഞ്ഞു പ്രൈം പ്ലസ്സോ അതെടുത്ത്, ഏറ്റവും കൂടിയ സാധനം ഊബറിന്റെ അല്ല, ഓല പ്ലസ്സോ അങ്ങനെ എന്തോ പറഞ്ഞ ഞാൻ എടുത്തു. അതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടിയത്. പിന്നെ അത് കഴിഞ്ഞാൽ SUV ആണെന്ന് തോന്നുന്നു. പ്രൈം ഉണ്ട്, പ്രൈം പ്ലസ് ഉണ്ട്, അങ്ങനെ. വണ്ടി വന്നപ്പോൾ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഇടിച്ച് ചാളക്കി നശിപ്പിച്ച് വെച്ചൊരു വണ്ടി. എയർപോർട്ട്, അതാ പറയാം, എയർപോർട്ടിലോട്ടാ ക്യാബ് വിളിക്കുന്നത്. ഒരു മുംബൈയിലാണ് നിനക്കൊരു മേജർ ടാക്സി റൈഡ്സും എയർപോർട്ടിലോട്ടായി. ഞാൻ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം പോലെ ബാഗ്സ് ഇല്ല, നല്ല വലിയ ബാഗ് എന്തായാലും ഡിക്കി പറഞ്ഞ CNG ടാങ്ക് വെക്കാൻ സ്ഥലമില്ല. പിന്നെ മണ്ടയ്ക്കാണോ വെച്ചേ? സീറ്റിന് ഞാനും അമ്മ ഇവിടെ നടുക്ക് ഇവിടെ വെച്ചു. പറ്റുന്ന ബാഗെല്ലാം ഡിക്കി കുറച്ചടയുണ്ട് അതിനകത്ത് വെച്ചു. അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഇത് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു, ദേഷ്യം വരാം, ഇറിറ്റേഷൻ ആണെന്ന് തോന്നുന്നു. അകത്ത് കയറി കുറച്ച് കഴിയുമ്പം ചൂടാ. കാരണം എനിക്കെന്തോ ചൂടെടുക്കും, നമ്മളാ നടന്ന് ബാഗെല്ലാം പിടിച്ചു വരും. ഞാൻ പറഞ്ഞ AC ഒന്ന് ഓണാക്കാൻ പറഞ്ഞപ്പോൾ തണുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ, തണുക്കുന്നില്ല എന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാൻ പറയുന്നു ഇല്ല, എനിക്ക് ചൂടെടുക്കുന്നു, AC ഇടാമോ. ഓക്കെ, എന്നിട്ട് AC ഇട്ടു. പുള്ളിയുടെ സംസാരം ഭയങ്കര ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള. ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഗുഡ്ക എടുത്ത് കഴിക്കാൻ തുടങ്ങി. എനിക്കാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ബാഡ് അടിച്ചു. കാരണം അവിടെ ഇത്ര നമ്മളെ നാട്ടിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനെ എന്താ ബാക്കിയുള്ളവരെ പരിശാനാക്കുന്നത് എന്തിനാ ഞാൻ പറയാം, എൻ്റെ പേരൻസ് ഒക്കെ ആദ്യമായിട്ട് മുംബൈയിൽ വരിക, അവരെന്നോട് ചോദിക്കും ഇവിടെ എന്നെ ഇങ്ങനെ, നിങ്ങൾക്ക് നമ്മുടെ നാടിന് നാണക്കേടല്ലേ അതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു, പിന്നെ കഴിച്ചോ, ഞങ്ങളിപ്പോ കൊണ്ടുപോയി. കാരണം AC ഒക്കെ ഇട്ടത് ഇതിന്റെ സ്മെല്ലെല്ലാം വരും, ഒട്ടും ഹൈജീനിന്റെ പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പുള്ളി അപ്പൊ എന്നോട് പറയുന്നത് എന്നാ ഇതാ, ഞാൻ ഉറക്കം വന്നാൽ പിന്നെ എന്ത് ചെയ്യും, 5 മണിക്കാ നമ്മുടെ ക്യാബ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉറക്കം വരുവാണെങ്കിൽ നിങ്ങൾ ക്യാബ് സൈഡിലിട്ട് ഉറങ്ങിക്കോ, ഈ റൈഡ് എന്തിനാ എടുത്തതെന്ന്. പുള്ളിയുടെ റീസണിങ്. പിന്നെ ഞാൻ പറയാം, ഞാൻ പ്രൈം പ്ലസ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ഇത് കാണി. പുള്ളി പ്രൈം പ്ലസ്സിൽ എന്തോ മറ്റേത് തമ്മിൽ 10 രൂപയുടെ ഫറക്കേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യമല്ല, ഒരു സാധാരണ തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളുടെ സർവീസ് അല്ലേ, നിങ്ങൾ നന്നായിട്ട് ചെയ്താലല്ലേ പൈസ കിട്ടത്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു ഉത്തരം. പുള്ളി ഇങ്ങനെ എനിക്ക് പിന്നെ അറിയാം, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഇവര് അടിപൊളി സർവീസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പൈസ കൊടുക്കാം, ടിപ്പ് കൊടുക്കാമെന്ന് തോന്നും, അതുപോലെ അടിപൊളി. ഇവിടെ നമുക്ക് എങ്ങനെയാലും ഇവനെ ഒന്ന് കളഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത്, നമ്മളെല്ലാം ഇറിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് കോൺട്രാസ്റ്റുകൾ ഒബ്സർവ് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡിഫറൻസ് ഇന്ത്യയും തായ്ലൻഡും. പിന്നെ വേറൊരു നമ്മൾ തായ്ലൻഡ് ചെയ്യാൻ പോയത് അവിടുത്തെ ഏറ്റവും നല്ല സ്ഥലത്താണ് പോയത്. അപ്പൊ നമുക്ക് ഫുൾ തായ്ലൻഡ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു എനിക്ക് ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. മുംബൈ ഇവിടത്തെ മീൻസ് ഇന്ത്യയിലെ ഒരു മേജർ സിറ്റി അല്ലേ? അതെ, അത് ശരിയാ. പിന്നെ എയറിനും എല്ലാം വ്യത്യാസമുണ്ട്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് പനിയും പിടിക്കും, പൊടിയും അടിക്കും. ഡൽഹിയിലൊക്കെ തന്നെ സീന്. ഇവിടെ നമുക്ക് ശ്വാസം വിടാൻ പോലും, അതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് സത്യം പറഞ്ഞ ഒരു മടുപ്പടിക്കും. നമുക്ക് എന്തുകൊണ്ട് ഈ സൗകര്യങ്ങളൊന്നും കിട്ടാതെ. കാരണം ഈ കൺട്രീസ് ഒക്കെ പണ്ട് തൊട്ടേ റിച്ച് കൺട്രീസ് ഒന്നും അല്ല, അവരും പോറായിട്ടൊക്കെ. അവിടുത്തെ മെയിൻ ഇതന്നെ ടൂറിസം അല്ലേ. നമ്മള് പറയാം അവര് പാറ്റേനെയും ഇതിനൊക്കെ തിന്നും എന്നൊക്കെ പറയും. നമ്മുടെ ഇന്ത്യൻ റുപ്പി അവരെക്കാളും 4 times താഴെ. അപ്പം നമുക്കപ്പം ഈ ഓരോരോ സ്ഥലത്തും വിയറ്റ്നാമിൽ പോയപ്പോൾ എനിക്ക് തന്നെ വിയറ്റ്നാം ഇന്ത്യയെക്കാളും ഒരു പോർ കൺട്രിയാണ്. പക്ഷെ എന്നിട്ട് എനിക്ക് അവിടെ പോയി തോന്നിയിട്ട് നമുക്ക് എന്താ ഇതൊന്നും ഇല്ലാത്തതാണ് ആലോചിക്കും. നമുക്ക് അവിടെ എല്ലാം തുപ്പിയിട്ട് നമ്മുടെ ഭാഗം തെറ്റുണ്ട്. എനിക്ക് അറിയാവുന്നവരും ഉണ്ട്. നമ്മളിപ്പം ഇവിടെ ചുമ്മാ വേസ്റ്റ് എല്ലാം അവിടെ എല്ലാം ഇടും. നമ്മൾ പറഞ്ഞാലും കേൾക്കത്തില്ല. നമ്മളത് എടുത്തിടുക എന്നുള്ളതേ ഉള്ളൂ ഓപ്ഷൻ. നമ്മൾ എത്ര പറഞ്ഞാലും അവരത് മൈൻഡ് ചെയ്യും. നമ്മള് പറയുന്നേടാ ഒന്ന് നിനക്ക്, കാരണം പല തവണയും ഇവിടെ ഈ ബിൻസൊക്കെ തൊട്ടപ്പുറത്ത് കാണും, എന്നാലും അതിനകത്ത് നമുക്കറിയാതെ പലരും ഈ പോഡ്കാസ്റ്റിലുള്ള പലരും, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവൻ നൊട്ടോറിയസ് എന്നോട് പറഞ്ഞാലും കേൾക്കാം. അവനൊരു ഈഗോ പ്രശ്നമാണ് അത് പറഞ്ഞ, അവനത് പറഞ്ഞ ഒട്ടും ചെയ്തു.
അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്ത് നമ്മളും പിന്നെ ഇതുപോലെയൊക്കെ പോകുമ്പോൾ നമ്മളും കുറച്ചുകൂടെ മര്യാദയാവും. നമുക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ല. ഇല്ല, നമുക്ക് ഒരിക്കലും ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ പിന്നെ എയർബിഎൻബി പോയപ്പോൾ നമ്മൾ എയർബിഎൻബി പോകാന്ന് പറഞ്ഞാൽ നാട്ടിലെങ്ങനെ നമ്മളിപ്പോൾ ഒരു ബുക്ക് ചെയ്ത് നമ്മളൊരു വെള്ളമടി ഒരു പാർട്ടി ഹൗസ് നമ്മളവിടെ എല്ലാം ബിയർ ഉപ്പി അതെല്ലാം മറിച്ചിടും. അവിടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ആരോ എയർബിഎൻബി എന്തോ ബുക്ക് ചെയ്തിട്ടു അവിടെ എല്ലാം കറി ഫുഡെല്ലാം ഇങ്ങനെ വെളി വെച്ച് ആകെ അലമ്പാക്കിട്ടു. നമ്മൾ ഈ പ്രാവശ്യം പോയപ്പം ഭയങ്കര അടിപൊളിയാണ് മനസ്സിലായ സ്ഥലം. പിന്നെ എനിക്കും ഇതുണ്ട് നമ്മളിങ്ങനെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, വേറൊരാളുടെ സ്പോട്ടാണ്. അല്ല നമ്മളിനി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല എന്നൊരു ബോധം എനിക്കും ഉണ്ട്. നമ്മൾ ആ ഫ്ലാറ്റ് 6 ദിവസം നിന്ന് എയർബിഎൻബി പോകാൻ നേരത്തെ എല്ലാം പക്കയായിട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഈവൻ ടവൽസ് ആണല്ലോ മടക്കി അവിടെ ഒക്കെ വെച്ച് പീസായിട്ടാവും, ഒരു പ്രശ്നമില്ല. അവർ വന്ന് ക്ലീൻ ചെയ്യും നമുക്കറിയാം. പക്ഷെ നമ്മളത് അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ നമ്മൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാനത് കുറച്ച് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു 100% ഒന്നും അല്ല, എന്നാലും പറ്റുന്നത്രയൊക്കെ ശരിയാക്കും. ഇന്ത്യൻ സിവിക് സെൻസ് ഇസ് സോ ഷിറ്റ്. അത് തിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പീപ്പിൾ വിൽ ചേഞ്ച്, ഇവൻച്വലി മാറും. പറ്റുള്ളൂ, പക്ഷെ എന്നാ അവർക്ക് എക്സ്പോഷർ ഇല്ല. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പൊ 1-2 സ്ഥലത്ത് പോയപ്പം കുറെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ശോകമാണ് അത്. പക്ഷെ പോകുന്നതിന് മുമ്പേ എനിക്ക് അറിയായിരുന്നു ഉള്ള കാര്യം. എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും ചിലവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. ഇവിടെ തന്നെ നിന്ന ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലവും കാണും. ഇപ്പം നമ്മളെക്കാളും പന്ന സ്ഥലങ്ങളും ഉണ്ട്, നമ്മളെക്കാളും നല്ല സ്ഥലങ്ങളും ഉണ്ട്. അപ്പം നല്ല സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇവിടെ എനിക്കിതാ എപ്പോഴും നമുക്കെന്ത് ഇതന്നെ ഇല്ലാത്ത ആ ഒരു സീൻ. ഫൺ ഫാക്ട്, നമ്മളെല്ലാരെയും മോക്ക് ചെയ്യും, നമ്മളെ ആൾക്കാരെ മോക്ക് ചെയ്താൽ നമുക്ക് കൊള്ളും. ഇതൊരു അവരൊക്കെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. അവർക്കറിയാം ഇന്ത്യൻസ് കുറെ പേര് അവിടെ വരും, ഇൻകം ടൂറിസ്റ്റ് ആണ്. പലപ്പോഴും എനിക്കിങ്ങനെ നമുക്ക് എന്തോ, പക്ഷെ വേറെ വ്യത്യാസമുണ്ട്. അവിടെ ഉള്ള എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിങ്, നല്ല പണിയെടുക്കും. അങ്ങനെ ഇങ്ങനെ പണിയെടുക്കാതൊന്നുമില്ല, എല്ലാവരും പണിയെടുക്കും, എല്ലാ പണിയും ചെയ്യും. അങ്ങനെ ഇന്ന പണി ചെയ്യും അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 10 അല്ല എന്തോ പഠിക്കും, പിന്നെ കോളേജിൽ പിന്നെന്തോ പഠിക്കും, പിന്നെന്തോ ജോലി ചെയ്യും. അവിടെ ഉള്ളവരിപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നോക്കുന്ന ആളാ അവരുടെ മോനത്, അവൻ കൊച്ചിലോട്ട് ഇതാ ചെയ്യുന്നത്. അതുകൊണ്ട് 20 years ഒക്കെ ആകുമ്പോൾ അവനതിൽ എക്സ്പേർട്ടായി. അപ്പം അങ്ങനെയുള്ളവരെല്ലാവരും അപ്പം അവരവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ എക്സ്പേർട്സാണ്. അവരിത്ര നാൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എനിക്കിങ്ങനെ കുറേ ഇത് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ പോകുമ്പോൾ തോന്നും ഈ ഓരോ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു 30% ഡൗൺഗ്രേഡഡ് സാധനമായിരിക്കും. സെയിം സാധനമായിരിക്കും, പക്ഷെ ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അവരുടെ ബേസിക് ഇത് തന്നെ ഭയങ്കര നല്ലതാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് വേറെ യൂറോപ്യൻ രാജ്യത്തിലൊക്കെ പോയാൽ ഇനി എന്തുമായിരിക്കും. ഇവിടെ എല്ലാം നല്ലതാ, പക്ഷെ അല്ലല്ല അങ്ങനല്ല. ഇവിടുത്തെ ഇതാണ് ദുബായിലെ പ്രൊഡക്ട്സും ഇവിടുത്തെ പ്രൊഡക്ട്സും ഡിഫറൻസ്. ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒരു ബ്രെഡിൽ ഇവിടുത്തെ ഇന്ത്യ കിട്ടുന്ന ബ്രെഡിന്റെ പ്രൊഡക്ഷൻ ചോദിക്കുക, ബ്രെഡിന്റെ അത് നോർമലി യൂസ് ചെയ്യാൻ 4 ഇൻഗ്രീഡിയന്റ് കണ്ടു. പക്ഷെ ഇവിടെ കെമിക്കൽസാ ബ്രെഡ്. എന്താണ് അതെന്നാ പറയാ, അത് മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ നമുക്ക് കമ്പയർ ഓർഗാനിക് ഫുഡ് ഉണ്ട്, അല്ലാത്ത ഫുഡ് ഉണ്ട്. ഇപ്പം ഫ്രഷ് ഫാം എഗ്സും സാധാ ബ്രോയിലറിന്റെ മുട്ടയ്ക്ക് എത്ര 6 രൂപയാണ്. ഫാം ഇതിന് 8 അല്ല അതിലും കൂടുതൽ. അപ്പം നമുക്ക് ചീപ്പ് സാധനം വേണം, കാരണം ഏതൊരു സാധനവും ചീപ്പാണ്. അങ്ങനെ അതിന് ഡിമാൻഡ് കൂടുതൽ, അതിന് സപ്ലൈ കൂടുതലാണ്, ചീപ്പാവും. ആർക്കും വേണ്ട നല്ല സാധനം, ഓർഗാനിക് സാധനം വേണ്ട. അതുകൊണ്ട് അത് ഭയങ്കര എക്സ്പെൻസീവ്. ഇടയ്ക്ക് ഇത് കണ്ട റീല് കണ്ട എന്നാ പറയാ, മറ്റേ ബോയിലർ എക്സ് സാധാ ചാത്തൻ എക്സ്, അത് അതിതാ സീൻ ഇതാ, നമുക്ക് അതിന് ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് ആർക്കും അതിന് ഭയങ്കര എക്സ്പെൻസീവ്. അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. മുട്ടയുടെ ഡിഫറൻസ് നമുക്ക് അറിയാനും പറ്റും. നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റും, ഭയങ്കര വ്യത്യാസം. മെയിൻ ഇത് എനിക്ക് തോന്നുന്നു നമുക്കൊന്നും നല്ലത് വേണ്ട, നമുക്ക് ചീപ്പ് മാത്രം മതി. ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ചീപ്പ് സാധനങ്ങൾ നമ്മളിവിടെ ഒരു സാധനത്തിന്റെ അത് നമുക്ക് ഓരോന്ന് തൊടുമ്പോഴൊക്കെ മനസ്സിലാവും ഇത് ചീപ്പാണ്. ഈ സാധനം ചീപ്പ് മെറ്റീരിയൽസും കൊണ്ട് ഉണ്ടാക്കിയതാ, അല്ലെ ഫുഡാണ് ഇത് ഫ്രഷ് സാധനം അല്ല, നമുക്ക് മനസ്സിലാവും. നമ്മളതിൽ ഓക്കെ, കാരണം അത് ചീപ്പാണ്. അതിന് പ്രൈസ് നമ്മൾ ഒത്തിരി പൈസ കൊടുക്കാതെ നമ്മളതിലൂടെ യൂസ്ഡ് ആയി. അതിന്റെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളൊരു റൂമിൽ കയറുക,
ഭയങ്കര നാറ്റമാണ്. നമുക്ക് കേറുമ്പം ശോകം എന്നാണ് സീൻ. പക്ഷെ അതിനകത്ത് ഒരു 5 minutes സ്പെൻഡ് ചെയ്താൽ നമ്മൾ അതിനോട് യൂസ്ഡ് ആവും, നമ്മളത് ഓക്കെ ആവും ആ സ്ഥലത്തിനോട്. ഒരു ദുബായ് അല്ല UAE ഏത് കൺട്രിയിലാണ് ബോൺവിറ്റി അല്ലേ, ബോൺവിറ്റി ബൂസ്റ്റ് ഏതാ പറഞ്ഞത്, അത് ചിൽഡ്രൻസിനും പ്രഗ്നന്റ് ലേഡീസിനും കൊടുക്കാൻ പാടില്ലെന്ന്. ഷുഗർ അത് അല്ല, ഷുഗർ മാത്രമല്ല, ഇതിന് വേറെ എന്തോ കെമിക്കൽസ് ഒക്കെ ഉണ്ട് ഉറപ്പായിട്ടും ഇതിനകത്ത്. പക്ഷെ ഇന്ത്യയിൽ അത് പിള്ളേർക്ക് കൊടുക്കാനാണ്, പിള്ളേർക്ക് വളരെ ശക്തി കിട്ടാൻ വളരെ ഷാർപ്പർ. അയ്യടാ, ഇത് അങ്ങനെ കുറെ സാധനങ്ങൾ. ഇപ്പൊ നമ്മുടെ കെച്ചപ്പ് ഇല്ലേ, അത് കോൺഫ്ലവറും പഞ്ചസാരയും മാത്രമേ. ടൊമാറ്റോ അല്ല, ഇല്ല, കോൺഫ്ലവറും ഷുഗറും. പിന്നെ കളറും. ഇപ്പൊ ന്യൂട്ടല്ല ഏതായാലും അതിന് അത് ചോക്ലേറ്റ് ഒന്നും അല്ല, അത് പാം ഓയിലും പഞ്ചസാരയാണ്. ഹേസൽനട്ടിന്റെ ആണ്ട് എനിക്ക് തോന്നുന്നത് ഫ്രാക്ഷൻ എന്തോ അത് അതിന്റെ ആണ്ട് തരി ആണ്ടതിൽ വീണിട്ടുണ്ട്. ഫുള്ള് പാം ഓയിലും ഷുഗറും. സെയിം ന്യൂട്ടല്ല ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ ട്രൈ ചെയ്തു, നോ ഡിഫറെന്റ് ആണെന്ന് അറിയാം. ഇവിടെ കിട്ടുന്നത് ഷുഗർ സിറപ്പ്, അവിടെ കിട്ടുന്നത് പാം ഓയിലാണല്ലോ. പാം ഓയില് ഷുഗറും കൂടെ കലക്കിയുണ്ട്. നമ്മളത് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ കാണുവാണ് നമ്മൾ പിന്നെ അത് കഴിക്കുന്നത്. ശരിയാണ്. എനിക്കപ്പോ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്ക് ഇനിയൊക്കെ എപ്പോഴായി നല്ല സാധനങ്ങൾ കിട്ടാൻ. നമ്മളല്ല, ഗവൺമെന്റ് അത് വിചാരിക്കും. ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് അതൊക്കെ ഫേസ് ചെയ്യണം, കാരണം അവരല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. അല്ല, പിന്നെ എന്ന് വെച്ചാൽ ആൾക്കാരുടെ മെന്റാലിറ്റി ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലെന്ന് പറഞ്ഞാൽ കുറച്ച് സസ്റ്റൈനബിൾ ഐറ്റം അത്. ഇപ്പൊ ഒരു ടൂത്ത് ബ്രഷ് പറയാം, നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ ഒരു ടൂത്ത് ബ്രഷ്, ബാംബൂ സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട്. അത് സസ്റ്റൈനബിൾ ആണ്. നമുക്ക് അതേപോലെ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഇപ്പൊ കോൾഗേറ്റിന്റെ ഒക്കെ മേടിക്കുവാണ്, അത് നമ്മൾ കളഞ്ഞാലും പ്ലാസ്റ്റിക് അത് നമുക്ക് കളയാൻ പറ്റത്തില്ല. ഞാൻ നോക്കുമ്പോൾ അതുണ്ട് ഈ സാധനം പല ഒരു വേറൊരാളുടെ മെന്റാലിറ്റി എന്ന് വെച്ചാൽ ദിസ് ഇസ് ബെറ്റർ ഫോർ മൈ പ്ലാൻ, ഇത് വേസ്റ്റ് ഇല്ല, നമുക്ക് ആ ബാംബൂ ടൂത്ത് ബ്രഷ് മേടിക്കും, ടൂത്ത് ബ്രഷ് അത് മേടിച്ചു. അത് പക്ഷെ പെട്ടെന്ന് ചീത്തയാവും, കുറച്ചാൾ ഉപയോഗിച്ചാൽ പിന്നെ മാറണം. പക്ഷെ അത് നല്ലതാണ് ഉപയോഗിക്കുന്നത്, ഗുഡ് ഫോർ സസ്റ്റൈനബിൾ മെറ്റീരിയൽ, അത് കത്തിച്ച് കളയാം, തടിയും ബാംബൂ സ്റ്റിക്കുകളും ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം വേറൊരാൾ ചിന്തിക്കുന്നത് ഈ സാധനം പിന്നെയും മേടിക്കണം, ഇതിന് പൈസ കൂടുതൽ കൊടുക്കണം, വാല്യൂ ഫോർ മണി ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നത്. അപ്പം നമ്മുടെ മെന്റാലിറ്റിയും കൂടെ മാറ്റണം. നമുക്ക് നല്ല സാധനങ്ങൾ വേണം, നമുക്ക് പന്നയാക്കാം, നമ്മൾ വേസ്റ്റ് വെളിയിലിടല് അങ്ങനത്തെ. പക്ഷെ അതിന് മുൻകൈ എടുക്കുന്നതും ഗവൺമെന്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ. കാരണം നമ്മൾ ഒരു ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്കൊന്നും ചെയ്തോ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എൻറ്റിറ്റി നമ്മളെന്ന് പറയുന്ന എൻറ്റിറ്റി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഗവൺമെന്റ് അവിടുത്തെ സിവിലിയൻസിന് കഴിക്കുന്ന ഫുഡ് ഇതെല്ലാം അവരല്ലേ, അവരെന്തായാലും ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. ലൈക്ക് ഒരു ഫുഡ് ഇതിൻ്റെ അകത്ത് ഇത്ര ഇൻഗ്രീഡിയൻസ് പാടുള്ളൂ, ഒരു ബെഡിന് ഇത്ര ഇൻഗ്രീഡിയൻസ് പാടുള്ളൂ, അളവിൻ്റെ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. അല്ലാതെ എങ്ങനെയാണ്? പിന്നെ എനിക്ക് കേരളത്തിൽ പിന്നെ പ്ലാസ്റ്റിക് ബാൻ ചെയ്തത്, അതായത് ഏറ്റവും പന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. ഇപ്പൊ അവിടെ പ്ലാസ്റ്റിക് എനിക്ക് തോന്നുന്നു അത് നല്ല ഒരു പ്ലാസ്റ്റിക് പോലും ഉപയോഗിക്കാൻ ആൾക്കാർ നോക്കുന്നില്ല, ഒരു നല്ല ഹയർ ക്വാളിറ്റി. ആ ബാൻ ചെയ്ത തുറക്കുന്ന സമയത്ത് കുറച്ച് ഒരു പീരീഡ് കഴിഞ്ഞപ്പം തൊട്ട് പീപ്പിൾസ് ആ ഒരു ഫ്ലോയിലേക്ക് എല്ലാവരും മാറി. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം എല്ലാവരും എന്നാലും പ്ലാസ്റ്റിക് ഇപ്പോഴും ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. ഇപ്പൊ വീടുകളിൽ അവര് നാട്ടിൽ ഇതില്ലേ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരും. നമ്മുടെ വീട്ടിലെല്ലാം പ്ലാസ്റ്റിക് ഇൻ ദ സെൻസ് എന്ത് വാങ്ങിക്കുന്ന സാധനത്തിന് പ്ലാസ്റ്റിക് എടുക്കും, അതെല്ലാവരും എടുക്കും. എനിക്ക് തോന്നുന്നു കത്തിക്കില്ല നിയമമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് തന്നെ പ്ലാസ്റ്റിക് ഇപ്പം ബാൻ ചെയ്താൽ മാത്രമല്ല ഭൂമിയെ രക്ഷിക്കാൻ പറ്റും. ബെറ്റർ ക്വാളിറ്റി പ്ലാസ്റ്റിക്, പെട്ടെന്ന് ഡീഗ്രേഡ് ആവുന്ന പ്ലാസ്റ്റിക് ഞാൻ പറയാം, അങ്ങനെ കണ്ടുപിടിക്കുക അതും നല്ലതല്ലേ ഭൂമി. അപ്പൊ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണം ഇങ്ങനെ നമുക്ക് ചിന്തിക്കുക. അങ്ങനെ ചെയ്യുന്ന വേറെ രാജ്യത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ, പക്ഷെ ഇവിടെ ചെയ്യാത്തത്, ഇവിടെ ആൾക്കാർ നോക്കുന്നത് ബിസിനസ് വാല്യൂ, അവർക്കുള്ള പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. ബട്ട് ഒരു ലോ ഇറക്കി അതിനെ ഫോളോ അപ്പ് ചെയ്യാതെ നടക്കത്തില്ല. പ്രോഫിറ്റും ആർക്കാർക്കും വേണ്ട, ഇവിടെ കൺവീനിയന്റ് ആയിട്ടുള്ള എന്നാണോ അതാണ് ആൾക്കാർ. പിന്നെ ഒരു പറഞ്ഞാൽ വെളിയിൽ നമ്മളെക്കാളും റിച്ച് ആൾക്കാർ നമ്മുടെ ബേസിക് കാര്യങ്ങൾ മീറ്റ് ചെയ്യാനേ നമുക്ക് ലോകം രക്ഷിക്കാൻ തോന്നുള്ളൂ. നമ്മുടെ എൻവയൺമെന്റ് ഒക്കെ ക്ലീൻ ആണോ എന്ന് ഇപ്പം ഭയങ്കര പട്ടിണി കിടക്കുന്ന ഒരാളോട് നീ പോയി ഇവിടെ ഒന്നും വേസ്റ്റ് ഇടല്ലെന്ന് പറഞ്ഞാ പോവായിരുന്നു, അവന് ഡെയിലി തിന്നാൻ പോലും സാധനം കിട്ടും. നമുക്കറിയത്തില്ല ബാക്കിയുള്ളവർ ഫേസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാതെ ഇതൊന്നും നടക്കത്തില്ല. നമുക്ക് ഇവിടെയും ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, വഴി കിടക്കുന്നവരുണ്ട്, അവിടെ ഇവിടെ ഉണ്ട്. അവരെല്ലാരും ഇപ്പം ഒരു പ്ലാസ്റ്റിക് എടുത്താൽ അത് സൂക്ഷിച്ച് വെച്ച് ബേസ് ബിന്നിലിടുവോ അങ്ങനത്തെ സീനൊന്നും അല്ല. അവര് റോഡിലായിരിക്കും ചെയ്യുക, അവരങ്ങോട്ട് എറിയും. അപ്പൊ ബേസിക് നീഡ്സ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മീറ്റ് ചെയ്യാത്ത കുറെ പേരുണ്ട്. നമുക്ക് അതിനുള്ള ലക്കുണ്ട് എല്ലാം മീറ്റ് ചെയ്തതാണ്. ഞാനൊക്കെ ടാറ്റു അടിച്ചു, തായ്ലൻഡിൽ പോയി തിരിച്ചു വന്നു.
തിരിച്ചു വരുമ്പോ ഇവിടെ വന്നപ്പോ റിയാലിറ്റിയിലോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു മടുപ്പായി. നാളെ തൊട്ട് ബാക്ക് ടു ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ്. നല്ല രസമായിരുന്നു പോയിട്ട്. ഒരു ഫൺ എക്സ്പീരിയൻസ്. നമുക്ക് കുറെ കാര്യങ്ങൾ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെയും കൊണ്ടുവരണോന്ന് അങ്ങനെയൊക്കെ തോന്നും.